മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലക്കും അഅസാക്കും ത്വയ്യിബീൻ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാം ഇങ്ങ് എത്തിയില്ലേ. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എക്സാം ആണ് അല്ലേ. പക്ഷെ ആ എക്സാം പറഞ്ഞിട്ട് നമ്മുടെ അരികിൽ ഇങ്ങ് എത്തി അല്ലേ. അപ്പൊ മാം ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കണ്ടന്റ് ആയിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു ഏരിയ ആണ് അറബിക്കിൽ ഗ്രാമർ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഈ ഗ്രാമർ പോർഷൻ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഈ ഒരു ഗ്രാമർ പോർഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഒരു ട്രിക്കുകളൊക്കെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമ്മളുടെ ഈ 8th സ്റ്റാൻഡേർഡിലുള്ള ഈ ഒരു ടോപ്പിക് ഇനി നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടാണ് മാം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. സോ എൻ്റെ എല്ലാ മക്കളും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മാം പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ മാം വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. യെസ്, എന്താണ് ഫസ്റ്റ് ടോപ്പിക്? നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ. എന്താ മക്കളെ ഇത്? തഅലീമു സിഫത്തി വൽ മൗസൂഫ് ലിൽ അത്ഫാൽ. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സിഫത്തും മൗസൂഫും നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് സിഫത്തും മൗസൂഫും അല്ലെ. അതിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ഇത് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു ട്രിക്കാണ് മാം ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് സിഫത്ത്, എന്താണ് മൗസൂഫ്? ഇതാണ് നമ്മൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ മറന്നു പോവരുത്, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അപ്പൊ നോക്കിയേ, ഹദീഖത്തുൻ ജമീലത്തുൻ അല്ലെ. ഹദീഖത്തുൻ ജമീലത്തുൻ. ആ ഹദീഖത്തുൻ എന്നുള്ള പദം നിങ്ങൾ കണ്ടോ മക്കളെ? ഈ പദം, ആ ഒരു പദത്തിന്റെ ലാസ്റ്റ് ലെറ്ററിന് വന്നിട്ടുള്ള ഹർക്കത്ത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, എന്താണത്? യെസ്, ഹദീഖത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെൻവീൻ വൊമ്മയാണ് അതിന്റെ അവസാനം വന്നിട്ടുള്ളത് അല്ലെ. തെൻവീൻ വൊമ്മ നമുക്കറിയാം. തെൻവീൻ വൊമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് തെൻവീൻ വൊമ്മ? എന്താ മക്കളെ തെൻവീൻ വൊമ്മ? തെൻവീൻ വൊമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൊമ്മ അല്ല, 2 വൊമ്മ അല്ലെ. എത്ര വൊമ്മാണ്? 2 വൊമ്മാണ് തെൻവീൻ വൊമ്മ അല്ലെ. അപ്പോ തെൻവീൻ വൊമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പദത്തിന്, നമ്മളെ സിഫത്തിന് തെൻവീൻ വൊമ്മയാണെങ്കിൽ മൗസൂഫിനും തെൻവീൻ വൊമ്മയായിരിക്കും. അതായത് സിഫത്തിന്റെ ഹർക്കത്ത് തന്നെയായിരിക്കും മൗസൂഫിനും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. യെസ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോ ഇവിടെ ഹദീഖത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്, ആ ഹദീഖത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ ലാസ്റ്റ് വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ഹർക്കത്ത് കണ്ടോ നിങ്ങള്? തെൻവീൻ വൊമ്മയാണ്. അതേ ഹർക്കത്ത് തന്നെയായിരിക്കും അതിനോട് ചേർന്ന് വരുന്ന നെക്സ്റ്റ് വേർഡിന് ഉണ്ടാവാം. ഓക്കെ, അതായത് ജമീലത്തുൻ. അവിടെ നമ്മൾ ഒരിക്കലും ജമീലത്തിൻ എന്നോ ജമീലത്തൻ എന്നോ ജമീല എന്നോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അവിടെ അവിടെ എന്താ വരിക? ജമീലത്തുൻ എന്നാണ്. കാരണം എന്താണ് അതിന്റെ റീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ അതിന്റെ റീസൺ? യെസ്, ജമീലത്തുൻ എന്നവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹദീഖത്തുൻ എന്ന് വന്നതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ 2 തൻവീനുകളും അല്ലെങ്കിൽ ഈ 2 ഹർക്കത്തുകളും ഒരേപോലെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അസ്ഹാറുൻ മുലവ്വനത്തുൻ അല്ലെ. അസ്ഹാറുൻ മുലവ്വനത്തുൻ കണ്ടോ, 2നും തൻവീൻ ലൊമ്മയാണ്. ഇവിടെ ഒരാൾക്ക് ഒരു ലൊമ്മയും 2 ആൾക്ക് ഇപ്പുറത്തെ ആൾക്ക് 2 ലൊമ്മയും വരുമോ മക്കളെ? അങ്ങനെ വരുമോ? ഒരാൾക്ക് ഒരു ലൊമ്മയും, കാരണം ബൊമ്മ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒന്നും മറ്റേ ആൾക്ക് 2 വരുമോ? അങ്ങനെ വരൂല. കാരണം എന്താണോ മറ്റേ ആളുടെ ഹർക്കത്ത് അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ ആളുടെയും. അവര് രണ്ടും ഭയങ്കര, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ട്വിൻസിനെ പോലെയാണ്.
ഓക്കെ, ട്വിൻസ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കും. ട്വിൻസ് ആയിട്ടുള്ള മക്കൾ എങ്ങനെയാണെന്നറിയോ? അവരെ കാണുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സിന് തന്നെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ലൈക്ക് ഒരാളെ വിളിക്കുമ്പോൾ മറ്റേ ആളായിരിക്കും കൈ പൊന്തിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിഫത്തിനെയും മൗസൂഫിനെയും കണ്ടാൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. ആ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്നല്ലാതെ അവർക്കുള്ള ആ ഒരു കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹർക്കത്ത്, ലാസ്റ്റിലെ ഹർക്കത്ത് ഒരേപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, ഒരേപോലെയാണ് ഉണ്ടാവുക. വേർഡിൽ വ്യത്യാസം ഉണ്ടാവും, വേർഡിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, ആ ലാസ്റ്റിലുള്ള ഹർക്കത്ത് ഒരേപോലെ. ഇപ്പോൾ ഈ ട്വിൻസിനെ കാണുന്ന സമയത്ത് ഫേസ് ഒരേപോലെ ആയിരിക്കും അല്ലെ? അവരെ ഏകദേശം ട്വിൻസുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള മീൻസ് വ്യത്യാസമുള്ള എന്താ പറയാ ട്വിൻസുകൾ ഉണ്ട്. പക്ഷെ അധിക ട്വിൻസും എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത്, സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതേപോലെ ഇവിടെയുള്ള സിഫത്തിനെയും മൗസൂഫിനെയും നോക്കുന്ന സമയത്ത് എങ്ങനെയാ വരുന്നത്? ഇവിടെ എന്താ പറയാ തൻവീൻ ലൊമ്മയാണെങ്കിൽ മൗസൂഫിന് തൻവീൻ ലൊമ്മ, സിഫത്തിന് തൻവീൻ കെസറയാണെങ്കിൽ മൗസൂഫിനും തൻവീൻ കെസറ, സിഫത്തിന് സുക്കൂനാണെങ്കിൽ മൗസൂഫിനും സുക്കൂൻ. ആ രീതിയിൽ എന്താണോ ഹർക്കത്ത് ആ ഹർക്കത്ത് തന്നെയായിരിക്കും ഇവിടെയും വരിക. ഓക്കെ ആണല്ലോ. അടുത്തത് ബൈത്തുൻ മുറത്തിബുൻ അല്ലെ? കണ്ടോ, രണ്ടിനും തുൻ ബുൻ. ഫീലുൻ കെബീറുൻ, കണ്ടോ, ഫീലുൻ ലുൻ കെബീറുൻ, കണ്ടോ, രണ്ടും സെയിം ആണ് അല്ലെ? അപ്പോ എന്താണ്, ഈ രീതിയിലാണ് സിഫത്തിനെയും മൗസൂഫിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് തരും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഹബ മുഹമ്മദുൻ ഡേഷ്. അപ്പൊ അവിടെ നമ്മളോട് അനുയോജിച്ച സിഫത്തിനെ ആഡ് ചെയ്യാനാണ് പറയാം. ഓക്കെ, ഉക്തുബ് അസിഫത്ത സിഫത്തുൽ മുനാസിബ അല്ലെ? യോജിച്ച എന്താണ് സിഫത്തിനെ ചേർക്കാം. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാ നമ്മൾ ചേർക്കുക? റഹബ മുഹമ്മദുൻ, റഹബ മുഹമ്മദുൻ എങ്ങനെ പറയാ? യെസ്, റഹബ മുഹമ്മദുൻ. ആ മുഹമ്മദിനെ നല്ല വൃത്തിയിലൊന്ന് വിശേഷിപ്പിച്ച് നോക്കി, സുന്ദരനായ മുഹമ്മദ് അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും പറയാം. അതായത് എന്താ പറയാ, അൽ ഹക്കീബത്തുൻ, ഹക്കീബത്തുൻ ബാഗ്, എങ്ങനെയുള്ള ബാഗാണ്? ഹക്കീബത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ബാഗ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ രീതിയിലാണ്. അതായത് പിന്നെ എന്താ പറയാ, വർദ്ധത്തുൻ, വർദ്ധത്തുൻ ജദ്ദാബത്തുൻ അല്ലെ? ആ രീതിയിൽ പറയാം. അപ്പൊ ഒരേ ഹർക്കത്താണ്. മുഹമ്മദിന്റെ ഹർക്കത്ത് എന്താണോ അതായിരിക്കും അവിടെ വിശേഷിപ്പിക്കാൻ വന്നിട്ടുള്ള വേർഡിന് യൂസ് ചെയ്യേണ്ട ഹർക്കത്ത്. നാഷിത്തുന്നോ അങ്ങനെ എന്താണ്, ദാരിസുന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോ ആ എന്താണോ സിഫത്തിന്റെ ഹർക്കത്ത് അത് തന്നെ ആയിരിക്കും മൗസൂഫ്, എന്താണോ മൗസൂഫിന്റെ ഹർക്കത്ത് അത് തന്നെ ആയിരിക്കും സിഫത്തിന് പേര്. ഓക്കെ, അല്ല ഇവിടെ നോക്കിയേ, അൽ വലദുൻ, ഒരു അൽ വലദു അല്ലെ? അൽ വലദുൻ എന്നില്ല, അൽ വലദു എന്നേ ഉള്ളൂ അല്ലെ? ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ എ അന്നഷീത്ത്, അന്നഷീത്ത്, അൽ വലദു ഖസീർ, ഓപ്ഷൻ സി അൽ വലദു അൽ കബീറാനി. ഇതിൽ ഏതാണ് വരിക? ഏതാ വരിക? വേഗം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, പെട്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അലിഫ്ലാം കണ്ടോ നിങ്ങള്? അലിഫ്ലാമും ഒരേപോലെ വരും കേട്ടോ. അലിഫ്ലാം ഉള്ള സിഫത്താണെങ്കിൽ ഇപ്പുറത്ത് മൗസൂഫിനും അലിഫ്ലാം വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. അപ്പൊ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. അൽ വലദു അന്നഷീത്തു. ഏതാ വരിക? അൽ വലദു അന്നഷീത്തു. ഇതാണ് റൈറ്റ് ആൻസർ. കാരണം ഇതിന് ലൊമ്മയാണ്, ഇതിനും ലൊമ്മയാണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ തൻവീൻ ലൊമ്മയാണ് വരുന്നത്. രണ്ട് ലൊമ്മ വരുന്നുണ്ട്, കണ്ടില്ലേ? രണ്ട് ലൊമ്മ വരുന്നുണ്ട് അല്ലെ? അപ്പോ ഈ രീതിയിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കണ്ടന്റ് ആണ്, സിഫത്ത് മൗസൂഫുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അൽ ഹഫ്ലു അൽ കരീമു, അൽ ഹഫ്ലു അൽ കരീമു. അപ്പൊ നോക്കിയേ, ഇവിടെ കണ്ടോ അൽ ഹഫിലു റെഡ് കളറിൽ കൊണ്ട് കൊടുത്തതാണ്. ഇതാ കണ്ടോ, അൽ ഹഫിലു കണ്ടോ? ഇവിടെ ലൊമ്മ, ഇവിടെയും ലൊമ്മ, രണ്ടിനും ലൊമ്മ. അദ്ദുഫഅതു കണ്ടോ? ഇവിടെയും ലൊമ്മ. ദാ അൽ ജദീദത്തു, ഇവിടെയും ലൊമ്മ, രണ്ടിനും ലൊമ്മ. ഓക്കെ, അൽ ഹഫ്ലു അൽ കരീമു അദ്ദുഫഅതു അൽ ജദീദത്തു. അടുത്തത് അസ്വബാഹു അൽ മൈമൂനു. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയ അലിഫ്ലാം വന്നിട്ടുണ്ട് കണ്ടോ? അലിഫ്ലാം, ഇവിടെയൊക്കെ അലിഫ്ലാം. എവിടെയാണോ സിഫത്ത് മൗസൂഫിന് അലിഫ്ലാം ഉള്ളത് അവിടെ സിഫത്തിനും അലിഫ്ലാം ഉണ്ടാവും. ഓക്കെ,
ഇനി ലാസ്റ്റ് വൺ അൽ ജീലു. കണ്ടോ, അൽ ജീലു സെയിം ഹർക്കത്താണ്. അൽ ജദീദു ഇവിടെയും കണ്ടോ, അലിഫ്ലാം ഉണ്ടെങ്കിൽ സിഫത്തിനും മൗസൂഫിനും അലിഫ്ലാം ഉണ്ടാവും, സിഫത്തിനും മൗസൂഫിനും ഒരേ ഹർക്കത്തായിരിക്കും. ഓക്കെ, ഇനി മൗസൂഫിനും സിഫത്തിനും അലിഫ്ലാം ഇല്ലെങ്കിലോ, ഏതെങ്കിലും ഒന്നിനും അലിഫ്ലാം ഇല്ലെങ്കിലോ, യെസ് മറ്റേതിനും അലിഫ്ലാം ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്തുല്ലാബു അത്തുല്ലാബു അൽ അഹിബ്ബാഉ. കണ്ടോ, അത്തുല്ലാബു അൽ അഹിബ്ബാഉ. കണ്ടോ, എന്തൊരു സിമ്പിളാ അല്ലെ. അത്തുല്ലാബു അൽ അഇസ്സാഉ. ഇവിടെയും അലിഫ്ലാം, ഇവിടെ അലിഫ്ലാം. ഇനി അടുത്ത് നോക്ക്, മുസ്തഖ്ബലൻ സാഹിറൻ. മുസ്തഖ്ബലൻ സാഹിറൻ. അവിടെ നിങ്ങൾ കണ്ടോ മക്കളെ, മുസ്തഖ്ബലൻ സാഹിറൻ എന്ന് പറയുമ്പോൾ അലിഫ്ലാം രണ്ടിനും ഇല്ല അല്ലെ. ഏതെങ്കിലും ഒന്നിനായിട്ട് അവിടെ അലിഫ്ലാം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒന്നിനായിട്ട് അവിടെ അലിഫ്ലാം കൊടുത്തിട്ടേ ഇല്ല. അപ്പോ ഒന്നിനായിട്ട് അലിഫ്ലാം ഉണ്ടാവില്ല, ഉണ്ടാവുകയാണെങ്കിൽ രണ്ടാൾക്കും ഉണ്ടാവും. ഓക്കെ, പിന്നെ നോക്കിയേ, മുസ്തഖ്ബലൻ തെൻവീൻ ഫത്ഹയാണ്. ഇവിടെ തെൻവീൻ ഫത്ഹ, രണ്ടിനെയും പറയുമ്പോൾ തെൻവീൻ ഫത്ഹ. അടുത്തത് ഹയവാനുൻ ഇജ്തിമാഇയുൻ അല്ലെ. നോക്കിയേ, ഇവിടെയും ഇതില്ല, അലിഫ്ലാം ഇല്ല. ഹയവാനുൻ ഇജ്തിമാഇയുൻ. കണ്ടോ, രണ്ടിനും തെൻവീൻ ബൊമ്പയാണ്. അപ്പൊ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകണം കേട്ടോ. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ, പെട്ടെന്ന് ചെയ്യാം കേട്ടോ. നോക്കാം. കമിൽ അൽ ജുംല മുസ്തഖ്ദിമൻ അൽ കലിമാത്ത് ഫിൽ ഖൗസൈൻ മഅ തബ്ദീലാത്തിൽ ലാസിമ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബ്രാക്കറ്റിലുള്ള ജുംല, ആ ജുംല അല്ല വേർഡ്, ആ വേർഡിനെ നമ്മൾ എങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, മാറ്റണം അല്ലെ. ഇഷ്തറൈതു ഞാൻ വാങ്ങി അല്ലെ. ഇഷ്തറൈതു ഞാൻ എന്ത് ചെയ്തു, വാങ്ങി. ഹക്കീബത്തുൻ നല്ലൊരു ബാഗ് അല്ലെ. ഹക്കീബത്തുൻ ഇവിടെ വരുമ്പോ എങ്ങനെയാ വരിക, ജമീലുൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ അലിഫ്ലാം വരുമോ? ഇല്ല, അലിഫ്ലാം ഉണ്ടാവില്ല, കാരണം ഇവിടെ അലിഫ്ലാം ഇല്ല അല്ലെ. അവിടെ അലിഫ്ലാം ഇല്ലാത്തോണ്ട് എന്തില്ല, ഇവിടെ അലിഫ്ലാമും ഇല്ല. അടുത്തത്, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജമീലുൻ എന്നുള്ളത് ഇവിടെ താ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ താ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ജമീലത്തുൻ കണ്ടോ, ജമീലത്തുൻ. അടുത്തത് ഹലറൽ ആമിലു അല്ലെ. ഡേഷ് ആമിലിനെ നമ്മൾ വർണ്ണിക്കുകയാണ് ചെയ്യണേ അല്ലെ. ആമിലിനെ വർണ്ണിക്കുമ്പോ എങ്ങനെയാണ്, യെസ് നശീത്തുൻ, കാരണം ഇവിടെ അലിഫ്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അലിഫ്ലാം കൊടുക്കണം. കണ്ടോ, ഹലറൽ ആമിലു അന്നശീത്തു കണ്ടോ, കാരണം ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഇവിടെ അലിഫ്ലാം കൊടുത്തു, ഇവിടെ ലൊമ്മ കൊടുത്തു, ഇവിടെ ലൊമ്മ. അടുത്തത് റഅയ്തു ത്വബീബൻ. ഞാൻ ആരെ കണ്ടു, ഡോക്ടറെ കണ്ടു അല്ലെ. അപ്പൊ ഇവിടെയും തൻവീൻ ഫത്ഹ കൊടുക്കണം അല്ലെ. ത്വബീബൻ മാഹിറൻ, വളരെ ഈസി, കാരണം രണ്ടിനും അലിഫ്ലാം ഇല്ല അല്ലെ. പിന്നെ തൻവീൻ ഫത്ഹ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് സക്കനൽ ലൈഫു ഫി ഓർഫത്തിൻ അല്ലെ. സക്കനൽ ലൈഫു ഫി ഓർഫത്തിൻ ഡേഷ്. അവിടെ ഏതാ വരിക, ഉർഫത്തിൻ ജദീദുൻ ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെയൊക്കെ എഴുതുമ്പോ നമ്മള് അലിഫ്ലാം ഇടണ്ട. ഒന്ന്. രണ്ടാമത്തത് ഇവിടെ ത ഉണ്ടായോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജദീദത്തുൻ. കണ്ടോ, അല്ല ജദീദത്തുൻ എന്നല്ല വരിക, കാരണം ഇവിടെ ഓർഫത്തിൻ എന്നാണ് ഉള്ളത് അല്ലെ. ഓർഫത്തിൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ജദീദത്തിൻ എന്നാണ് വരിക കേട്ടോ. കാരണം ഇവിടെ എന്താണ് കെസ്റാണ്, തൻവീൻ കെസ്റാണ് വന്നിട്ടുള്ളത്. അപ്പോ ജദീദത്തിൻ എന്നാണ് അവിടെ കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണോ സിഫത്ത് അതിന്റെ ഹർക്കത്ത് തന്നെ ആയിരിക്കും മൗസൂഫിന് വരുന്നത്. എന്താണോ മൗസൂഫിന് അലിഫ്ലാം ഉണ്ടോ, മൗസൂഫിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ സിഫത്തിനും അലിഫ്ലാം ഉണ്ടോ. സിഫത്തിന് തെൻവീൻ കെസ്റയാണെങ്കിൽ മൗസൂഫിന് തെൻവീൻ കെസ്റ ആയിരിക്കും. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇത് നിങ്ങൾ എന്റെ കൂടെ ചെയ്തു നോക്കണം കേട്ടോ, ഒരുമിച്ച്. ഉക്തുബ് അൽ ഫിഖ്റ മുസ്തഖ്ദിമൻ അന്നഅത മുനാസിബതലിൽ കലിമാത്തില്ലത്തി തഹ്തഹ ഖത്ത്. ഓക്കെ, റാഷിദുൻ ത്വാലിബുൻ. റാഷിദ് ആരാണ്, ത്വാലിബാണ്. ഓക്കെ, എങ്ങനെയുള്ള ത്വാലിബാണ്, നശീത്തുൻ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ത്വാലിബാണ് അല്ലെ. ത്വാലിബുൻ നശീത്തുൻ. തൻവീൻ ലൊമ്മ, അലിഫ്ലാം ഇല്ല, രണ്ടിനും അലിഫ്ലാം ഇല്ല. അടുത്തത്
യഗ്തസിലു സ്വബാഹൻ വയർത്തതി ലിബാസൻ, അവനെന്ത് ചെയ്യും? ഡ്രസ്സ് ധരിക്കും. എങ്ങനെയുള്ള ലിബാസാണ്? ലിബാസൻ നളീഫൻ, അല്ലേ? നല്ല വൃത്തിയുള്ള നളീഫൻ, അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വൃത്തിയുള്ളത് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ജദീദൻ, പുതിയത് എന്ന് പറയാം, അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ തൻവീൻ ഫത്ഹയാണ്, ഇവിടെയും തൻവീൻ ഫത്ഹയാണ്, രണ്ടിനും അലിഫ് ലാം ഇല്ല. വയഅകുലു ത്വആമൻ ഖഫീഫൻ വയഅഖുദു ഹക്കീബത്തൻ, വയഅഖുദു ഹക്കീബത്തൻ, അവനെ എന്ത് ചെയ്തു? ബാഗ് എടുത്തു. എങ്ങനെയുള്ള ഹക്കീബത്താണ്? ജദീദത്തൻ, പുതിയത്, അല്ലേ? കാരണം അവിടെയും താ വന്നോണ്ടാണ് മാം ഇവിടെയും താ ഇട്ടത് കേട്ടോ, ജദീദത്തൻ. അപ്പൊ രണ്ടിനും താ കൊടുക്കുക. ഓക്കെ, അലിഫ്ലാമില്ല, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്ര പണിയേ ഉള്ളൂ മക്കളെ, വളരെ ഈസിയാണ്. സിഫത്ത് മൗസൂഫ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ഹർക്കത്തായിരിക്കും. ഒന്നിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ ഇവിടെയും അലിഫ്ലാം ഉണ്ടാവും, ഒന്നിന് അലിഫ്ലാം ഇല്ലെങ്കിൽ ഇവിടെയും അലിഫ്ലാം ഉണ്ടാവില്ല. ആ രീതിയിലാണ് സിഫത്ത് മൗസൂഫ് പോകുന്നത്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി ഇത് ഈ ഒരു എന്താ പറയാ, സിഫത്ത് മൗസൂഫിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാം കേട്ടോ. അപ്പൊ ശരി കുഞ്ഞുങ്ങളെ, ജസാക്കല്ലാഹ് ഖൈർ. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ശരി, ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവില് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.